ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് മുസിരിസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു. ആ കാലഘട്ടത്തിലെ തമിഴ് കവിതാ സമാഹാരമായ അകനാനൂറിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, യവനന്മാരുടെ മനോഹരമായ നൗകകൾ പെരിയാറിന്റെ വെളുത്ത നുരകളെ ഇളക്കി സ്വർണവുമായി എത്തി കുരുമുളകുമായി തിരിച്ചുപോയ നഗരമായിരുന്നു അതെന്നാണ്. റോമൻ എഴുത്തുകാരനായ പ്ലിനി തന്റെ നാച്ചുറൽ ഹിസ്റ്ററിയിൽ മുസിരിസിനെ ഇന്ത്യയിലെ ആദ്യത്തെ എംപോറിയം എന്ന് വിശേഷിപ്പിച്ചു. ക്രിസ്തുവിന് 300 വർഷങ്ങൾക്ക് മുൻപാണ് മുസിരിസിന്റെ ചരിത്രം തുടങ്ങുന്നത്. ചേര രാജവംശവും റോമക്കാരും കുരുമുളകും മൺസൂണും പെരിയാറും ചേർന്നെഴുതിയ ചരിത്രം. BC 1-ാം നൂറ്റാണ്ടിൽ മുസിരിസും റോമും തമ്മിലുള്ള സമുദ്രവ്യാപാരം ആരംഭിച്ചു. അന്ന് ചെങ്കടലിലൂടെ ആഫ്രിക്കൻ മുനമ്പു ചുറ്റി പിന്നീട് 12-ാം അക്ഷാംശത്തിലൂടെ കിഴക്കോട്ട് സഞ്ചരിച്ചാണ് അവർ കേരള തീരത്തേക്ക് എത്തിയിരുന്നത്. ഇങ്ങോട്ടുള്ള വരവിനും തിരിച്ചുപോക്കിനും അവരെ സഹായിച്ചിരുന്നത് മൺസൂൺ കാറ്റായിരുന്നു. കുരുമുളകിന് പുറമെ ആനക്കൊമ്പ്, മുത്തുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവയും വിലയേറിയ കല്ലുകൾ, പട്ട്, നറുമണമുള്ള വേരുകൾ എന്നിവയുൾപ്പെടെ കയറ്റുമതിയിൽ ഉൾപ്പെട്ടിരുന്നു. മറുവശത്ത് സ്വർണം, പവിഴം, സ്ഫടികപാത്രങ്ങൾ, പിടിയോടുകൂടിയ വീഞ്ഞുകുപ്പികൾ, ഒലിവ് ഓയിൽ, ഗരം എന്നറിയപ്പെടുന്ന പുളിപ്പിച്ച മത്സ്യ സോസ് എന്നിവയുമായി കപ്പലുകളെത്തി. പിന്നീട് മുസിരിസ് പാപ്പിരസ് എന്ന മുസിരിസിൽ നിന്ന് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലേക്കുള്ള സുഗന്ധവ്യഞ്ജന കരാർ രൂപപ്പെട്ടതോടുകൂടി കച്ചവടം അതിൻ്റെ നെറുകയിലെത്തി. എന്നാൽ ഈ വ്യാപാരത്തിൻ്റെ മൂല്യം ഏകപക്ഷീയമായിരുന്നു. ഇന്ത്യയുമായുള്ള അസന്തുലിതമായ വ്യാപാരം മൂലമുണ്ടായ റോമിൻ്റെ വാർഷിക കടം 50 ദശലക്ഷം സെസ്റ്റർസെസ്, അതായത് 8 ഗ്രാമിൽ അല്പം കുറവുള്ള 5 ലക്ഷം സ്വർണ്ണ നാണയങ്ങളാണെന്ന് പ്ലിനി ദ എൽഡർ കണക്കാക്കിയതായി പറയപ്പെടുന്നു. അതിൽ സിംഹഭാഗവും മുസിരിസ് ആയിരുന്നു. മുസിരിസിലെ വ്യാപാരം പൂർണ്ണമായും വിദേശികളുടെ, പ്രത്യേകിച്ച് റോമൻ ജനതയുടെ കുരുമുളകിൻ്റെ ആവശ്യകതയെ ആശ്രയിച്ചിരുന്നു. അങ്ങനെ AD 3-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ബുദ്ധിമുട്ടാൻ തുടങ്ങിയപ്പോൾ കുരുമുളകിന്റെ വ്യാപാരം പുനഃക്രമീകരിക്കപ്പെട്ടു. റോമക്കാരുമായുണ്ടായ വ്യാപാരത്തിലെ പ്രശ്നങ്ങളും തുറമുഖത്തേക്കും തിരിച്ചും ചരക്കുകൾ കൊണ്ടുപോകാൻ പ്രയോജനപ്പെടുത്തിയിരുന്ന പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കവും ചേർന്ന് മുസിരിസിന്റെ വിധി എഴുതി.